Hi dears, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് 4 മണി ചായക്കും അതല്ലെങ്കിൽ വെറുതെയൊക്കെ കുട്ടികൾക്ക് കഴിക്കാനായിട്ടൊക്കെ കൊടുക്കുക. അത് നമുക്ക് ചിപ്സ് പോലെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടെയാണ്. അപ്പോൾ നമ്മളിവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ആട്ടപ്പൊടി വെച്ചിട്ടാണ് ട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അളവിലാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടിയൊക്കെ എടുക്കാം. അപ്പോൾ ഇതുപോലെ റേഷൻ കടയിലെ ആട്ട വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കൈവച്ചിട്ട് തന്നെ നല്ല പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. നമ്മൾ ചപ്പാത്തിയിലേക്കൊക്കെ ഉള്ള പോലെ ചൂടുവെള്ളം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂണിനടുത്ത് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇതിവിടെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിവിടെ ഒരു 4 ബോൾസ് ആക്കി മാറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ മാവിനനുസരിച്ചിട്ട് ബോൾസിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെച്ച് തയ്യാറാക്കി എടുത്തുകൊണ്ട് 4 എണ്ണം ആക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ 4 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഓരോ ബോൾസ് ആയിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ കുറച്ച് പൊടി തൂവി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് പരത്തിയെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന അതുപോലെ തന്നെയാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് 4 ബോൾസും പരത്തിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാനിതാ 4 എണ്ണവും പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. പക്ഷേ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ അല്ല കേട്ടോ ഇത് ചുട്ടെടുക്കേണ്ടത്. ഗ്യാസ് സ്റ്റോപ്പിൽ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 വശം ഒന്ന് ചൂടായാൽ മാത്രം മതി. ഒരുപാട് സമയം വേവിച്ചെടുക്കുക ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ തയ്യാറാക്കിയെടുക്കുക ഒന്നും ചെയ്യരുത്. ഇത് വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ 2 വശം ഒന്ന് ചൂടാക്കി മാത്രം എടുത്താൽ മതി. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 വശവും ചൂടായ ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ 4ഉം തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലൊന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. അത് വേവിച്ചെടുക്കരുത്. ഒന്നുകൂടെ ഞാൻ ഇതുപോലെ ചെയ്ത് കാണിച്ചു തരാം. ചൂടായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ 4 ചപ്പാത്തിയും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് തിരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വേർപ്പെടുത്തിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് വേർപ്പെടുത്തിയെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തത് ഇവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 മിനിറ്റ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് വേവിച്ചെടുത്താൽ മാത്രം മതി. ചൂടായ എണ്ണയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് കോരി മാറ്റുക. അപ്പോൾ ഞാനിവിടെ 2-3 ബാച്ചായിട്ട് ഇത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് എരിവ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ മുളക് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതിലേക്ക് ഇതുപോലെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കളറും കിട്ടും, എരിവും കുറവായിരിക്കും. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ആട്ട വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ചിപ്സ് റെഡി ആയിട്ടുണ്ട്. മക്കൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്